എന്ത് കാണാൻ നിൽക്കുക എല്ലാരും? കേറിപ്പോ. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് അവന് കിടപ്പാണ്ടില്ലേ? ദുർഗയ്ക്ക് സാരി കൊടുക്കാൻ നീ ആരാ? അതാരി ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാ എന്റെ അമ്മയുടെ സാരി ദുർഗയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. നിന്റെ ബർത്ത്ഡേക്ക് സമ്മാനം ദുർഗയ്ക്കോ? അത് കൊള്ളാലോ. ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിന് സാരി കൊടുക്കാൻ നിനക്ക് എന്താ യോഗ്യത? അതോ അവൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഇല്ലാന്ന് ദുർഗ നിന്നോട് പരാതി പറഞ്ഞോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് കൊടുത്തതാ. ഇതൊക്കെ ഇവരെ പോലുള്ളവന്മാരുടെ നമ്പറാ നാത്തൂന്. അതെ, പെൺപിള്ളേരുള്ള വീട് തപ്പിപ്പിടിച്ച് വന്ന് വാടകയ്ക്ക് താമസിക്കും. എന്നിട്ട് ഡ്രസ്സും ചോക്ലേറ്റും വാങ്ങിക്കൊടുത്ത് അവരെ വളച്ചെടുക്കും. ആ പരിപാടി ഇവിടെ നടക്കില്ല. അങ്ങനെയൊന്നുമല്ല. ദുർഗ എനിക്ക് അറിയാവുന്നതല്ലേ. ഒരേ സ്ഥലത്ത് ജോലിയും ചെയ്യുന്നു. ആ പരിചയത്തിന്റെ പേരില സമ്മാനം കൊടുത്തത്. അതൊന്നും വേണ്ടെന്നാ പറഞ്ഞേ. കല്യാണപ്രായമായ പെൺകുട്ടിയാ ദുർഗ. ഇപ്പൊ കല്യാണം നോക്കുന്നുണ്ട്. വെറുതെ ആളുകളെ കൊണ്ട് മോശം പറയിപ്പിക്കാനുള്ള ഇടയുണ്ടാക്കരുത്. അത് വല്ലത് ഇവരെ പോലുള്ളവന്മാർക്ക് മനസ്സിലാവോ? തന്തയും തള്ളയില്ലാതെ അനാഥ പ്രേതം പോലെ വളർന്നവനല്ലേ ഇവൻ. വിഷമിക്കാതെ മോളെ. ആ പിശാചികൾക്ക് മനസ്സാക്ഷി എന്നൊന്നില്ല. അതാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അവരീ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു ദിവസം ദൈവത്തിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. ഉറപ്പാ. ഇത് കിരണിന്റെ അമ്മയുടെ സാരിയാ. നീതി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ കിരൺ ഈ സാരി എനിക്ക് തന്നത്. പക്ഷെ എനിക്കിത് സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ മുത്തശ്ശി. മോള് കരയാതെ. കിരണിനെ ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കാം. അവന് മോളുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് വേണ്ടി സങ്കടമില്ലെന്ന് പറഞ്ഞാലും കിരണിന്റെ മനസ്സിൽ ഇതൊരു വലിയ വേദനയായി തന്നെ അവശേഷിക്കും മുത്തശ്ശി. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ മോളെ. ഇതിലിനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മോൾ ഇങ്ങനെ കരഞ്ഞാ അത് മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുമോ? മോള് കരയല്ലേ, കരയാതെ. വാ, കരയാതെ മോളെ. വാ വാ, അവിടെ ഇരിക്ക. അതെ, ഇന്ന് മോളും കിരണും കൂടി ഒരു സെൽഫി എടുത്തില്ലേ? അതൊന്നുകൂടി കാണിച്ചേ. അതെന്തിനാ മുത്തശ്ശി? അല്ല, ഒന്ന് കാണിച്ചേ. ഒന്നുകൂടി കാണാനാ. സൂപ്പർ ജോഡിയാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താ കല്യാണം കഴിച്ചാല്? നല്ല ചേർച്ചയാണല്ലോ. മുത്തശ്ശി വേണ്ട, വെറുതെ ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയണ്ട. ചെറിയമ്മയ്ക്ക് മറ്റും ഞങ്ങൾ അറിയില്ല എന്ന് കരുതാം. പക്ഷെ മുത്തശ്ശിക്ക് അങ്ങനെ അല്ലല്ലോ. എന്റെ മനസ്സില് അങ്ങനെ ഒരു ചിന്തയില്ല എന്നുള്ളത് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഓ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഞാൻ എന്താ പറഞ്ഞേ? ഒന്നും പറയണ്ട. എന്റെയും കിരണിന്റെ മനസ്സിലൊന്നുമില്ല. ഞങ്ങൾക്കിടയിലുള്ളത് കളങ്കമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഇന്നും അത് അങ്ങനെ തന്നെയായിരിക്കും. ഓ, ശരി ശരി ശരി, സമ്മതിച്ചു. പോരെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മുത്തശ്ശി. എന്തു പറ്റി? എന്നോട് എന്തോ പറയാൻ വന്ന പോലെ ഉണ്ടല്ലോ. എന്താ കാര്യം? അല്ല മുത്തശ്ശി, ദുർഗയുടെ മുഖത്തും പെരുമാറ്റത്തിലും എന്തോ വിഷമുള്ളതുപോലെ എനിക്ക് തോന്നി. ദുർഗ ശരിക്കും പൂർണ്ണ സമ്മതത്തോടെയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ മോ സത്യം പറയോ?
കിരണിനെ ദുർഗ ഇഷ്ടാണോ? അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പറ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ, ആ. അല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ ഇത്ര പെട്ടെന്ന് ദുർഗ വിവാഹം കഴിച്ചു പോയാ സ്കൂളിലേക്ക് മറ്റൊരു ടീച്ചറെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. ഓ, അപ്പോ അതുകൊണ്ട് മാത്രാണ് കിരൺ ഈ ടെൻഷൻ അല്ലേ? ആ. അത് മാത്രമല്ല മുത്തശ്ശി, ദുർഗ ആഗ്രഹിക്കാത്ത വിവാഹമാണ് ഇതെങ്കിൽ അത് അവളോട് ചെയ്യുന്ന തെറ്റല്ലേ? അതുകൊണ്ട് കൂടിയാ ഞാൻ. ഓ, ആ, ആ. അതിന്റെ ഒന്നും ആവശ്യമില്ലാമേ. എനിക്ക് കല്യാണം ഓക്കെയാ. നീ എടുത്തു ചാടി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പെണ്ണിനെ കണ്ട ഉടനെ അവളുടെ സ്വഭാവം എന്താ, വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ, ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. നാളെ അവള് നിന്റെ തലേ കയറില്ലെന്ന് എന്താ ഉറപ്പ്? എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെണ്ണിനെ എന്റെ തലയിൽ കയറാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ശ്രമിച്ച അവരെന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. എനിക്കത് കേട്ടാ മതി. ഒരിക്കൽ കോളേജിൽ വെച്ച് എനിക്കെതിരെ ഒരുത്തി നിന്നിട്ടുണ്ട്. ഇനി ഒരു പെണ്ണിന് നേരെയും നിന്റെ കയ്യെന്നല്ല നോട്ടം പോലും വീണു പോരുത്. നീ ജയിച്ചു എന്ന് കരുതണ്ട, ഞാൻ അതിന് പകരം ചോദിച്ചിരിക്കും. അവളെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോ അവൾക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കും.